മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഈസ്റ്റർ സ്പെഷ്യൽ ചിക്കൻ മലായിയുടെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. ഈ ഒരു റെസിപ്പിക്ക് നമുക്ക് ആവശ്യമായത് 800 ഗ്രാം ചിക്കൻ നന്നായി കഴുകി അത് പീസാക്കി എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കനി ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. ആദ്യമായി നമുക്കിതിനൊരു മാരിനേഷൻ കൊടുക്കാം. ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ക്യുമിൻ സീഡ് പൗഡറും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു ഹാഫ് പീസ് ലെമൺ കൂടി ഞാൻ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി നമ്മുടെ മാരിനേറ്റഡ് ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്യാനായി വെക്കാം. ഏകദേശം 15 മുതൽ 30 മിനിറ്റ് വരെ വെക്കാവുന്നതാണ്. ചിക്കൻ മലായിക്ക് വേണ്ടിയുള്ള ഒരു പേസ്റ്റ് തയ്യാറാക്കണം. അതിനായി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിൽ ഒരു വലിയ സവാള സ്ലൈസായി അരിഞ്ഞതും 3-4 പച്ചമുളകും ഒരു 10 കാഷ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തൈര്, അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ഫൈനായിട്ട് അരച്ചെടുക്കാം. ദാ നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു പാത്രം വെച്ച് അതിലേക്ക് 1 ക്യൂബ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ നന്നായി മെൽറ്റായി വന്നതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ ഒരു 90% കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു സമയം നമ്മുടെ ചിക്കൻ അടച്ച് വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ചിക്കൻ 90% കുക്കായിട്ടുണ്ട്. ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഈ ഒരു ടെക്സ്ചറിൽ നമ്മുടെ ചിക്കൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. ചിക്കൻ കുക്ക് ചെയ്ത പാത്രം തന്നെ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണയൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 ഏലക്കയും 3 ഗ്രാമ്പുവും ഒരു പട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. തയ്യാറാക്കിയ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് മസാലക്കൂട്ടാണ്. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ക്യുമിൻ സീഡ് പൗഡർ, 1 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡറുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമ്മുടെ മസാല എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. എണ്ണ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയം തയ്യാറാക്കിയ ചിക്കൻ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ചിക്കൻ എല്ലാം നന്നായി വെന്തു വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചിക്കൻ ഡ്രൈ ആയി പോകാതിരിക്കാനാണ്.
ഒരു 5 മിനിറ്റ് കൂടി അടച്ചു വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. 1/4 കപ്പ് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു ടീസ്പൂൺ ഗരം മസാലയും ഒരു പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്മോക്കി ഫ്ലേവറിന് വേണ്ടി നന്നായി ചൂടായ ഒരു ചാർക്കോൾ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിതൊരു 10 മിനിറ്റ് അടച്ചു വെക്കാം. ഏകദേശം ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ചാർക്കോൾ ചിക്കനിൽ നിന്ന് മാറ്റാവുന്നതാണ്. ചിക്കൻ മലായ് തിക്ക ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു ഈസ്റ്റർ ദിനത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു നോർത്ത് ഇന്ത്യൻ ഡിഷ് കൂടിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഏവർക്കും നന്മയുടെയും സമാധാനത്തിൻ്റെയും നല്ലൊരു ഈസ്റ്റർ ദിനം ആശംസിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.